നടി ജ്യോതികയ്ക്കെതിരെ ഗായിക സുചിത്ര. ജ്യോതിക വളരെ മോശം സ്ത്രീയാണെന്നും അത് വ്യക്തമാക്കാനുള്ള ചില ഉദാഹരണങ്ങൾ ഉണ്ടെന്നും പറഞ്ഞ സുചിത്ര നടി തമന്നയുമായി ഉണ്ടായ പ്രശ്നത്തെക്കുറിച്ചും സൂചിപ്പിച്ചിരിക്കുകയാണ്. അയൻ സിനിമയുടെ ഷൂട്ട് ചെയ്യുന്നതിനിടെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് സുചിത്ര പറയുന്നത്. തമന്നയും സൂര്യയും അയൻ എന്ന സിനിമയിൽ അഭിനയിക്കുന്നതിനിടെ വിദേശത്തു നിന്ന് തമന്ന ജ്യോതികയുമായി ഫോണിൽ സംസാരിച്ചു. എന്നിട്ട് കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുത്ത് അയക്കാമെന്ന് പറഞ്ഞു. ഇത് കേട്ട ജ്യോതിക അതിനെന്താ അയച്ചോളാനും പറഞ്ഞു. പിന്നീട് സൂര്യ വീട്ടിലേക്ക് വന്നപ്പോൾ തമന്ന വാങ്ങിയ ഡ്രസ്സ് കൊണ്ടുവന്നു. അത് ജ്യോതികയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ അതെടുത്ത് തീയിലിട്ട് നശിപ്പിച്ചു. അങ്ങനെ ഒരു കഥാപാത്രമാണ് ജ്യോതിക എന്നാണ് ഗായിക സുചിത്ര അഭിമുഖത്തിൽ പറഞ്ഞത്. ഇരുവരും മുംബൈയിലേക്ക് താമസം മാറിയത് മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണെന്ന് പറയുന്നു. ജ്യോതികയുടെ നുണയ്ക്കും സൂര്യയും കൂട്ടു നിൽക്കുകയായിരുന്നു. മക്കളുടെ വിദ്യാഭ്യാസത്തിന് സിംഗപ്പൂരിൽ പോവുകയാണെന്ന് പറഞ്ഞാൽ സാരമില്ല, പക്ഷെ മുംബൈയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഒന്നും ചോദിക്കാത്തതെന്നും സുചിത്ര ചോദിക്കുന്നു. അതേസമയം അടുത്തിടെ റിലീസ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട സിനിമയാണ് സൂര്യനായകനായ കങ്കുവ. സിനിമ മുഴുവൻ അലറലാണെന്നും തിയേറ്റർ വിടുമ്പോൾ തലവേദനയും ചെവിയും അടിച്ചു പോകുമെന്നാണ് ട്രോളുകൾ വന്നത്. ശിവ സംവിധാനം ചെയ്ത സിനിമയ്ക്ക് മോശം പ്രതികരണമാണ് തിയേറ്ററുകളിൽ നിന്നും ലഭിക്കുന്നത്. സിനിമയുടെ സൗണ്ട് ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ പുരോഗമിക്കുന്നുണ്ട്. സഹിച്ചിരുന്ന് കണ്ടാലും മനസ്സിലാകാത്ത കഥയാണ് സിനിമയുടേതെന്ന് വിമർശിക്കുന്നുമുണ്ട്. സിനിമയെക്കുറിച്ച് നെഗറ്റീവ് റിവ്യൂകൾ വർദ്ധിച്ചപ്പോൾ നടിയും സൂര്യയുടെ ഭാര്യയുമായ ജ്യോതിക കുറിപ്പുമായി എത്തിയിരുന്നു. സിനിമയെ പിന്തുണച്ചാണ് ജ്യോതിക എത്തിയത്. സൂര്യയുടെ ഭാര്യയല്ല താൻ പ്രതികരിക്കുന്നതെന്നും ഒരു സിനിമാ പ്രേമിയായാണ് തന്റെ നിലപാട് പറയുന്നതെന്നും കുറിച്ചുകൊണ്ടാണ് ജ്യോതികയുടെ പോസ്റ്റ് ആരംഭിച്ചത് തന്നെ. കങ്കുവയ്ക്ക് മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന നെഗറ്റീവ് റിവ്യൂ കേട്ട് താൻ ഞെട്ടിപ്പോയെന്നും താരം പറഞ്ഞിരുന്നു. ഇത്തരം നെഗറ്റീവ് റിവ്യൂ അവർ മറ്റു യുക്തിയില്ലാതെ ബിഗ് ബഡ്ജറ്റ് സിനിമയ്ക്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ശബ്ദം അലട്ടുന്നു എന്നത് ശരിയാണ്. പോരായ്മകൾ മിക്ക ഇന്ത്യൻ സിനിമയുടെയും ഭാഗമാണ്. അതിനാൽ ഇത് ന്യായമാണ്, പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു സിനിമയിൽ പരീക്ഷണം നടത്തുമ്പോൾ. അതേസമയം തീർച്ചയായും ആദ്യത്തെ അരമണിക്കൂർ ശരിയായില്ലെന്നും താരം കുറിച്ചിരുന്നു. ജ്യോതികയുടെ കുറിപ്പ് വൈറലായതോടെ രൂക്ഷമായ ഭാഷയിൽ നടിയുടെ കങ്കുവയെ പിന്തുണച്ച് സുചിത്രയും എത്തിയിരുന്നു. ഭാര്യയെന്നും പറഞ്ഞ് ഭർത്താവിനെ പിന്തുണച്ച് എന്തൊക്കെയാണ് ഈ സ്ത്രീ പറഞ്ഞിരിക്കുന്നതെന്നാണ് ജ്യോതികയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് സുചിത്ര പറഞ്ഞത്. എന്തൊക്കെ നോൺസെൻസ് ആണ് കങ്കുവയെ കുറിച്ച് ജ്യോതിക പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സൂര്യ നല്ല നടനാണോ അല്ലയോ എന്നത് കങ്കുവ എന്ന സിനിമയിലൂടെയല്ല തീരുമാനിക്കപ്പെടുന്നത്. കങ്കുവ വളരെ മോശം സിനിമയാണ്. ഭാര്യയെന്നും പറഞ്ഞ് ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യാൻ എന്തൊക്കെയാണ് ഈ സ്ത്രീ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് സൂര്യയോടാണ് ദേഷ്യം. സൂര്യയും ജ്യോതികയും ഒരു യൂണിറ്റായി ഞാൻ കണ്ടിട്ടില്ല. സൂര്യ വേറെ, ജ്യോതിക വേറെ. ഞാൻ സൂര്യയുടെ ഭാഗത്താണ്. എന്തൊക്കെയാണ് ഈ സ്ത്രീ എഴുതി വെച്ചിരിക്കുന്നത്. കുങ്കുവയുടെ ആദ്യ പകുതി നല്ലതല്ലെന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. അതിനർത്ഥം എല്ലാവരും ടിക്കറ്റ് എടുത്ത് ആദ്യത്തെ 30 മിനിറ്റ് കഴിഞ്ഞ് സിനിമയ്ക്ക് പോകണമെന്നാണോ? ഫാൻസ് പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പോലും ശരിയായി സംസാരിക്കാൻ അറിയില്ല. ജ്യോതികയെ ആരാണ് ഫിലിം ക്രിട്ടിക് ആക്കിയത്? നിങ്ങളുടെ എക്സ്പെരിമെന്റിന് ഞങ്ങളെയാണോ കിട്ടിയത്? ആദ്യത്തെ അരമണിക്കൂർ മോശമാണെങ്കിൽ ടിക്കറ്റിന്റെ വില കുറയ്ക്കൂ, അല്ലെങ്കിൽ സിനിമ റീഎഡിറ്റ് ചെയ്ത് പ്രദർശിപ്പിക്കൂ. നെഗറ്റീവ് റിവ്യൂ കണ്ട് സർപ്രൈസ്ഡ് ആയി എന്നല്ല, അപ്സെറ്റ് ആയി എന്ന് പറയൂ. നിങ്ങൾ ഒരു ഭാര്യയല്ലേ? ജ്യോതികയെ കൊണ്ട് 2 പോസിറ്റീവ് മാത്രമേ കങ്കുവയിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞുള്ളൂ. സൂര്യ കങ്കുവയിൽ സൂപ്പർ അല്ലെന്ന് പറഞ്ഞ ഒരു റിവ്യൂവറെ നിങ്ങൾ കാണിക്കൂ. സൂര്യ എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ജ്യോതികയെ പോലുള്ള അഭിനേതാവല്ലല്ലോ സൂര്യ എന്നെല്ലാമാണ് സുചിത്ര സോഷ്യൽ മീഡിയ ലൈവിലെത്തി സംസാരിക്കവേ പറഞ്ഞത്. ആഗോള വ്യാപകമായി 38 ഭാഷകളിൽ തിയേറ്ററുകളിലെത്തിയ സിനിമയ്ക്ക് 350 കോടിയാണ് ബജറ്റ്. ബോളിവുഡ് താരം ബോബി ഡിയോൾ വില്ലനായ ചിത്രത്തിലെ നായിക ദിഷ പടാനിയാണ്.